ഒരിക്കൽ പുരാതന വെനീസിലെ ഒരു ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങളിൽ വിറങ്ങലിച്ച് ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഓരോ പ്രഭാതത്തിലും അവൻ കാണുന്നതൊരു അത്ഭുതമായിരുന്നു. ചുറ്റുമുള്ളവരുടെ മൺകുടിലുകൾ രാത്രി വെളുക്കുമ്പോഴേക്കും മാളികകളായി മാറുന്നു. അവരുടെ കീറിയ വസ്ത്രങ്ങൾക്ക് പകരം പട്ടുടുപ്പുകൾ വരുന്നു. അവന്റെ കൺമുന്നിൽ വെച്ചാണ് ഓരോരുത്തരായി സൗഭാഗ്യത്തിന്റെ പടവുകൾ കയറിപ്പോയത്. ഈ സൗഭാഗ്യത്തിന്റെ ഒരംശമെങ്കിലും തനിക്കും വേണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. അവൻ പല വഴികളും പരീക്ഷിച്ചു. കച്ചവടം മുതൽ കൃഷി വരെ, ഭാഗ്യം പരീക്ഷിക്കുന്ന ബിസിനസ്സുകൾ മുതൽ കഠിനാധ്വാനം വരെ. പക്ഷേ വിധി അവനോട് മാത്രം മുഖം തിരിച്ചു നിന്നു. അവന്റെ ഓരോ സ്വപ്നവും മുളയിലേക്ക് അരിഞ്ഞുപോയി. ഓരോ പരിശ്രമവും നിരാശയുടെ ആഴങ്ങളിലേക്ക് അവനെ കൂടുതൽ ചവിട്ടിത്താഴ്ത്തി. തന്റെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ശപിക്കപ്പെട്ടതെന്ന ചോദ്യം ചോദിച്ച് അവൻ ആ ഇരുണ്ട കുടിലിൽ തനിച്ചിരുന്നു. ദിവസവും കഠിനാധ്വാനം ചെയ്താണ് അവൻ അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. എന്നാൽ ആ ഗ്രാമത്തിൽ തൊഴിലവസരങ്ങൾ വിരളമായതിനാൽ പലപ്പോഴും അവന് പട്ടിണി കിടക്കേണ്ടി വന്നു. അവന്റെ ദരിദ്രമായ കുടിലിൽ ദുഃഖത്തിന് കൂട്ടെന്നോണം ഒരു എലി കൂടി ഉണ്ടായിരുന്നു. അവന്റെ കണ്ണു വെട്ടിച്ച് ആഹാരം മോഷ്ടിക്കുകയായിരുന്നു അതിന്റെ പതിവ്. ഒരു ദിവസം ഏറെ പണിപ്പെട്ട് അല്പം ആഹാരം പാകം ചെയ്ത് കൈ കഴുകാനായി അവൻ പുറത്തിറങ്ങിയ തക്കം നോക്കി എലി അത് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവൻ ശൂന്യമായ പാത്രം നോക്കി അവൻ ഹൃദയം നൊന്ത് നിലവിളിച്ചു, ദൈവമേ, എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ടിങ്ങനെ ശപിക്കപ്പെട്ടതായി. അവന്റെ ക്ഷമ നശിച്ചു. ഒരു ദിവസം കെണി വെച്ച് അവൻ എലിയെ പിടികൂടി. അതിനെ കൊല്ലാൻ തുനിഞ്ഞതും എലി ഭയന്നു വിറങ്ങലിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു, നിൽക്കൂ, എന്നെ കൊന്നതുകൊണ്ട് അങ്ങയുടെ ദുരിതങ്ങൾ തീരില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണം കണ്ടെത്തി പരിഹാരം നൽകാൻ ഒരാൾക്കേ കഴിയോ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്. ചെറുപ്പക്കാരൻ പരിഹാസത്തോടെ ചിരിച്ചു, ദൈവമോ? ആ ദൈവത്തെ ഞാൻ എവിടെ പോയി കാണാനാണ്? എലി പറഞ്ഞു, സൃഷ്ടാവിനെ ഒരിടത്തും അന്വേഷിച്ച് കണ്ടെത്താനാവില്ല. അവനിലേക്കുള്ള പാത സ്വയം തെളിയുകയാണ് വേണ്ടത്. ആ വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്നും വടക്കോട്ട് യാത്ര ചെയ്യുക. ദുഃഖം തളകെട്ടിയ ഒരു വലിയ മാളിക താങ്കൾക്ക് കാണാം. അത് കടന്ന് 1000 വർഷമായി മോക്ഷത്തിനായി കാത്തിരിക്കുന്ന ഒരു താപസൻ തപസ്സിച്ചിരിക്കുന്ന മഞ്ഞുമലയും താണ്ടണം. ഒടുവിൽ ഒരു രാജാവാകാൻ കൊതിക്കുന്ന ഭീമാകാരനായ ഒരു ആമ വസിക്കുന്ന പുഴയും കടക്കണം. ആ യാത്രയുടെ അവസാനം അങ്ങേക്ക് ദൈവത്തിന്റെ സന്നിധിയിലെത്തും. എലിയുടെ വാക്കുകളിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു. തന്റെ അവസാനത്തെ പ്രതീക്ഷയെന്നോണം ആ യാത്രയ്ക്ക് തയ്യാറാകാൻ യുവാവ് തീരുമാനിച്ചു. എലി പറഞ്ഞതുപോലെ അവൻ ആദ്യം കണ്ടത് ആ വലിയ മാളികയാണ്. അതിന്റെ ഉടമസ്ഥൻ സകല സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ദുഃഖിതനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഏക മകൾക്ക് സംസാരശേഷിയില്ലായിരുന്നു. ദൈവത്തെ കാണാനുള്ള യാത്രയിലാണെന്നറിഞ്ഞപ്പോൾ അയാൾ ചെറുപ്പക്കാരനോട് അപേക്ഷിച്ചു, ദൈവത്തെ കാണുമ്പോൾ എന്റെ മകൾക്ക് എപ്പോഴാണ് സംസാരശേഷി തിരിച്ചു കിട്ടുക എന്ന് ചോദിക്കാമോ? ആ പിതാവിന്റെ വേദന മനസ്സിലാക്കി അവൻ ആ ചോദ്യം ഏറ്റെടുത്തു. യാത്ര തുടർന്ന് അവൻ മഞ്ഞുമലയിലെത്തി. അവിടെ 1000 വർഷമായി തപസ്സിലിരിക്കുന്ന താപസനെ കണ്ടു. തന്റെ മുന്നിലെത്തിയ ചെറുപ്പക്കാരനോട് അദ്ദേഹം ചോദിച്ചു, വർഷങ്ങളായുള്ള എന്റെ തപസ്സിന് പ്രാർത്ഥനയ്ക്കും എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? എനിക്ക് എപ്പോഴാണ് മോക്ഷം ലഭിക്കുക എന്ന് ദൈവത്തോടൊന്ന് ചോദിക്കാമോ? ചെറുപ്പക്കാരൻ ആ ചോദ്യവും തന്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടു. ഒടുവിൽ അവൻ ആ പുഴക്കരയിലെത്തി. അവിടെ അവനെ കാത്തിരുന്ന ആ ഭീമാകാരനായ ആമയുണ്ടായിരുന്നു. 500 വർഷമായി ഞാൻ ഒരു മഹാരാജാവാകാൻ മാറാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന എപ്പോഴാണ് ദൈവം കേൾക്കുക? ദയവായി ഇതൊന്ന് ചോദിക്കണം. 3 പേരുടെ 3 വലിയ ചോദ്യങ്ങളുമായി അവൻ യാത്ര തുടർന്നു. ഒടുവിൽ സ്വർഗ കവാടത്തിലെത്തി. അവിടെ ദൈവത്തെ കാണാൻ നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരാൾക്ക് 3 ചോദ്യങ്ങൾ മാത്രമേ ദൈവത്തോട് ചോദിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവന് മുന്നിൽ 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെക്കുറിച്ചുള്ള സ്വന്തം ചോദ്യവും വഴിയിൽ കണ്ടുമുട്ടിയ 3 പേർ ഏൽപ്പിച്ച ചോദ്യങ്ങളും. ഒരു നിമിഷത്തെ ആത്മസംഘർഷത്തിനൊടുവിൽ അവൻ സ്വയം ഒരു തീരുമാനമെടുത്തു. തന്റെ സ്വാർത്ഥമായ ആവശ്യങ്ങളെക്കാൾ വലുത് തന്നെ വിശ്വസിച്ച് 3 പേർ ഏൽപ്പിച്ച ചോദ്യങ്ങളാണ്. അവൻ തന്റെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ദൈവം അവനോട് പറഞ്ഞു, ആ ആമ അതിന്റെ സംരക്ഷണ കവചമായ പുറന്തോട് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അതിന് രാജാവായി ഉയരാം.
ഭാരം ഉപേക്ഷിക്കാതെ ഉയരങ്ങളിലെത്താനാവില്ല. ആ താപസൻ തന്റെ ശക്തിയുടെയും അറിവിന്റെയും അഹന്തതയായ ആ ദണ്ഡ് ഉപേക്ഷിച്ചാൽ ആ നിമിഷം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കും. ആ ഭാരമാണ് അദ്ദേഹത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മൗനം സ്നേഹം കൊണ്ടേ ഭേദിക്കാനാവൂ. എന്നാണോ അവൾക്ക് യഥാർത്ഥ സ്നേഹം കൂട്ടായി ലഭിക്കുന്നത്, അന്ന് അവളുടെ ഹൃദയം സംസാരിച്ചു തുടങ്ങും. 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ചെറുപ്പക്കാരൻ മടക്കയാത്ര തുടങ്ങി. അവൻ ആദ്യം ആമയുടെ അടുത്തെത്തി ദൈവത്തിന്റെ സന്ദേശം കൈമാറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ആമ തന്റെ ഭാരമേറിയ പുറന്തോട് ഉപേക്ഷിച്ചു. ഉടൻ തന്നെ അതൊരു തേജസ്സുള്ള രാജാവായി മാറി. നന്ദി സൂചകമായി തന്റെ പുറന്തോടിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ രത്നങ്ങളെല്ലാം ആ രാജാവ് അവന് സമ്മാനിച്ചു. അതോടെ അവന് സമ്പന്നനായി. പിന്നീട് താപസന്റെ അടുത്തെത്തി. ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് താപസൻ തന്റെ കയ്യിലിരുന്ന പുണ്യദണ്ഡ് താഴെ വെച്ചു. ആ നിമിഷം അദ്ദേഹം പ്രകാശത്തിൽ ലയിച്ച് മോക്ഷം നേടി. പോകുന്നതിന് മുമ്പ് തന്റെ ആ തപസ്സ ശക്തി മുഴുവൻ നിറഞ്ഞ ആ ദണ്ഡ് അദ്ദേഹം ചെറുപ്പക്കാരന് നൽകി. അതോടെ അവൻ ശക്തനുമായി. ഒടുവിൽ അവൻ ആ മാളികയിലെത്തി ഉടമസ്ഥനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എല്ലാം കേട്ട ആ പിതാവ് തന്റെ മകൾക്ക് ഏറ്റവും യോഗ്യനായ വരനായി കണ്ടത് ആ ചെറുപ്പക്കാരനെയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞ നിമിഷം അവൾ അവനെ നോക്കി സ്നേഹത്തോടെ മന്ത്രിച്ചു. എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി. അവന് സ്നേഹവും ലഭിച്ചു. സമ്പത്തും ശക്തിയും സ്നേഹവും എല്ലാം നേടി തന്റെ മടക്കയാത്ര ഗ്രാമത്തിൽ എത്താറായപ്പോഴാണ് അയാൾ ഓർത്തത്, അയ്യോ, എന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ദൈവത്തോട് ഞാൻ ചോദിക്കാൻ മറന്നുപോയല്ലോ. പക്ഷേ അയാൾ അപ്പോൾ കരഞ്ഞില്ല, പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ മഹത്തായ ഒരു രഹസ്യം അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിറങ്ങിയപ്പോൾ തന്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അയാളെ തേടിയെത്തിയിരുന്നു. അവസാനം തന്റെ പഴയ കുടിലിന് പകരം അടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ അത്ഭുതകരമായ ആ കാഴ്ച കണ്ടു. തന്റെ കൊച്ചു കുടിലിന്റെ സ്ഥാനത്ത് ഒരു മാളിക ഉയർന്നു നിൽക്കുന്നു.